ഞാൻ ഈ ചെയ്യുന്ന എന്താണെന്ന് ചിലർക്കെങ്കിലും അറിയുമായിരിക്കും അല്ലേ. എന്നാൽ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അതറിയാൻ വഴിയുണ്ടാവില്ല. പണ്ടൊക്കെ നമ്മൾ വീടുകളിൽ ചൂലൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എൻ്റെ അമ്മ എന്നും ഇതുപോലെ പച്ച ഓലമടലൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് ഇങ്ങനെ രാഗി അതിലെ പച്ച കളറൊക്കെ കളഞ്ഞിട്ടത് ഇങ്ങനെ ചൂലുണ്ടാക്കിയെടുക്കും. ഞങ്ങൾ കൊച്ചുനാളിൽ അമ്മയോടൊപ്പം ചേർന്ന് എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് നാട്ടിൽ വന്നാൽ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഏതായാലും ഇപ്പം അങ്ങനെ ഓലമടലൊന്നും കിട്ടാറില്ല. എന്നാൽ അമ്മ കിട്ടിയൊരു ഓലമടൽ വെച്ച് ഇതേ അതിനകത്ത് ഓലയൊക്കെ കളഞ്ഞ് ചൂലുണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഒരു ഓലമടൽ കൊണ്ടൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിങ്ങനെ കളക്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ട് ഇനി കിട്ടുമ്പോൾ വീണ്ടും ചെയ്തിട്ടാണ് ഒരു ചൂല് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അമ്മയോടൊപ്പം ഇരുന്നിട്ട് ചെയ്യാണ്. ഇതൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ വല്ലാത്തൊരു നൊസ്റ്റാൾജി അല്ലേ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതൊരു പുതിയ കാഴ്ചയായിരിക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇത് ഈർക്കിലൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ആകുമ്പോൾ അതൊരു ചൂലാക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഈ ബാക്കി വരുന്ന ഓലയൊക്കെ വേസ്റ്റ് ആയി പോകും. പണ്ടൊക്കെ അത് ഉണക്കി കത്തിക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അടുപ്പൊന്നും ആരും യൂസ്